കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് പോവുകയാണ്. അല്പസമയം മുൻപ് ബജറ്റ് ഫയലുമായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ കർത്തവ്യ ഭവനിൽ നിൽക്കുന്നത് കണ്ടതാണ്. അതായത് ഇപ്പോൾ രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. 11 മണിയോടുകൂടി കേന്ദ്ര ബജറ്റ് അവതരണം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനു മുൻപുള്ള നടപടിക്രമങ്ങളാണ് ഈ കാണുന്നത്. കർത്തവ്യ ഭവനിൽ നിന്നും ബജറ്റ് ഫയലുമായി രാഷ്ട്രപതി ഭവനിലേക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ എത്തിയിരിക്കുകയാണ്. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചതിന് ശേഷം നേരെ പാർലമെന്റിലേക്കായിരിക്കും എത്തുന്നത്. അവിടെ വെച്ച് കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേരും. മന്ത്രിസഭ അംഗീകരിച്ചതിന് ശേഷം പാർലമെന്റിൽ 11 മണിയോടുകൂടി ബജറ്റ് അവതരണം നടക്കുന്നതായിരിക്കും. അങ്ങനെ ഇപ്പോൾ രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. എങ്ങനെയാണ് പ്രധാനപ്പെട്ട നടപടിക്രമങ്ങൾ, അപ്പോൾ എന്തൊക്കെയായിരിക്കും ഈ ബജറ്റിൽ കരുതിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ആകാംക്ഷയോടുകൂടി തന്നെ നിൽക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് കേരളത്തിന് എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ലഭിക്കാൻ പോകുന്നത്, പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ വാരിക്കോരി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ ചർച്ചയായി പോകുന്നുണ്ട്. പ്രത്യേക പാക്കേജ് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. അതിവേഗ റെയിൽ അതിൽ ഉൾപ്പെടുത്തുമോ എന്ന് അറിയേണ്ടതായിട്ടുണ്ട്. വിഴിഞ്ഞത്തിന് പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നറിയണം. അങ്ങനെ ശബരി പാതയൊക്കെ മുന്നിലേക്ക് നിൽക്കുന്നുണ്ട്. അങ്ങനെ എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ മുന്നിലേക്ക് വരും എന്നുള്ളതാണ് കേരളം ഇതുമായി ബന്ധപ്പെട്ട് ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ രാഷ്ട്രപതി ഭവനിലാണ് ഉള്ളത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് ഫയലുമായിട്ട് രാഷ്ട്രപതി ഭവനിലേക്ക് എത്തുന്നുണ്ട്. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കണം. അതിനുശേഷമായിരിക്കും കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലേക്ക് എത്തുന്നത്. അവിടെ വെച്ച് മന്ത്രിസഭ അംഗീകാരം നൽകിയതിനു ശേഷമായിരിക്കും പാർലമെന്റിൽ ബജറ്റ് അവതരണം നടക്കുക.